തകർത്തവർ കുഴപ്പമില്ലായിരുന്നു. ഒരു ആദ്യം അന്തം ഇല്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ് തുടങ്ങിയത്. പക്ഷേ മിഡിൽ പോർഷനിലൊക്കെ നല്ല ഒരു എന്താ ഒരു ഭൂതകാലത്തിലുള്ള കാര്യങ്ങളും ഭാവിയിലുള്ളതും വർത്തമാന കാലത്തിലുള്ള എല്ലാം കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഓവറോൾ കുഴപ്പമില്ല. എന്തായാലും ഒരു നെക്സ്റ്റ് ഒരു വേർഷൻ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പടം. നല്ലതായിരുന്നു. നല്ല മൂവി. നല്ലതാ. പിള്ളേർക്ക് വേണ്ടി വന്നതാണ്, പക്ഷെ നല്ലതായിരുന്നു. നല്ല പടം, സൂപ്പർ പടം, സൂപ്പർ തൂക്കി എന്തായാലും നല്ല പടമാണ്. ഷാജി പാപ്പനെ കലക്കിയിട്ടുണ്ട്, ഡ്യൂഡ് കലക്കിയിട്ടുണ്ട്, ഷമീർ കലക്കിയിട്ടുണ്ട്. നല്ലതാ പടം, നല്ലതാ. പിന്നെ തൂക്കി മോനെ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? പാപ്പൻ ഞെട്ടിച്ചോ? ആണോ? ആരാണ് ഏറ്റവും തകർത്തത്? പാപ്പൻ ആണോ? അമ്മ രണ്ടു പേർക്ക് അറിയോ? എങ്ങനെയുണ്ടായിരുന്നു? ആരാണ് ഏറ്റവും തകർത്തത്? പാപ്പനാണോ? ഷാജി പാപ്പൻ നമ്മുടെ ഫസ്റ്റും സെക്കൻഡും കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഫുള്ള് ത്രൂ ഔട്ട് എൻറ്റയർ കോമഡി ചിരി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചിരിയാണ്. നല്ല രീതിയിൽ ഇവർ മേക്ക് ചെയ്തിട്ടുണ്ട്. തൂക്കി ജയസൂര്യ ആയാലും ധർമ്മജനായാലും എല്ലാവരും ത്രൂ ഔട്ട് കംപ്ലീറ്റ് കോമഡിയാണ്, ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ കൊണ്ടുവരുന്നത്. ഫ്രാഞ്ചൈസി എന്ന് ഇരിക്കുവാണെങ്കിൽ പറയുവാണെങ്കിൽ എൻഡിങ് ഇല്ലെന്ന് പോലെ തോന്നുന്നു. ഇപ്പോഴും ഒരു എൻഡിങ് കാണിച്ചിട്ടില്ല, ആ രീതിയിൽ അത് ചെയ്തിരിക്കുന്നത്. ആരാണ് ബിഗ് ഫാൻ? ആരാ പാപ്പൻ ടീമില്? പാപ്പൻ തന്നെ. ഡ്യൂഡാണോ പാപ്പനാണോ? യൂടാണ്. ഹെലികോപ്റ്ററിന്നൊക്കെ ഭയങ്കര വലിയ ഇതായിരുന്നു. പടം അടിപൊളിയായിരുന്നു. പാപ്പൻ തൂക്കി. എങ്ങനെയുണ്ട് പടം? തകർത്തോ? പാപ്പൻ ടീമിലെ ഏറ്റവും ഫാൻ ആരാ? ഡ്യൂഡാണോ പാപ്പനാണോ ഷമീറാണോ? മോനെ പറ, എങ്ങനെയുണ്ടായിരുന്നു? നല്ല അവന്മാര് പോയ എല്ലാരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കൊള്ളാം, വെറൈറ്റി സംഭവമാണ് ചെയ്തു വെച്ചതാണ്. കൊള്ളാം. അതെ. ശരി.